നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. പ്രധാന വാർത്തകൾ. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് ജയം. LDFിലെ ജോസിൻ ബിനോക്കിന് 17 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിലെ പ്രിൻസിന് 6 വോട്ടുകളാണ് ലഭിച്ചത്. ആകെ 26 അംഗ കൗൺസിലിൽ 25 അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഒരു വോട്ട് അസാധുവായി. പാലാ നഗരസഭയിലെ തിരിച്ചടിക്ക് പിന്നാലെ ജോസ് കെ മാണിക്കും പാർട്ടി നേതൃത്വത്തിനും വിമർശനവുമായി ബിനു പുളിക്കക്കണ്ടം. ജോസ് കെ മാണിയുടെ പേര് പരാമർശിക്കാതെ ചതിയുടെ കറുത്ത ദിനമാണ് ഇന്നെന്ന് ബിനു പുളിക്കക്കണ്ടം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്നോട് ചെയ്ത ചതിക്ക് CPM കൂട്ടു നിൽക്കരുതായിരുന്നു. അണികളുടെ ഹൃദയം നുറുങ്ങിയ ദിവസമാണ് ഇന്ന്. ഈ രാഷ്ട്രീയ നെറുകേടുകളിൽ താൻ തളരില്ല. തനിക്ക് പ്രതിഷേധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KV തോമസിനെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാക്കാൻ തീരുമാനം. മന്ത്രിസഭാ യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് KV തോമസ് പ്രതികരിച്ചു. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ട KV തോമസിനെ പരിഹസിച്ച് കോൺഗ്രസ് MP K മുരളീധരൻ രംഗത്ത്. KV തോമസ് ഡൽഹി കാലാവസ്ഥ നല്ല ഇഷ്ടമുള്ള ആളാണെന്ന് മുരളീധരൻ പറഞ്ഞു. ഇത്തരം നക്കാപ്പിച്ച കണ്ടു പോകുന്നവർ കോൺഗ്രസിലില്ല. പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പോയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് മാനസിക സമാധാനം കിട്ടുമെങ്കിൽ നല്ലത്. കിട്ടുന്ന പദവിയിൽ വലിയ കാര്യമൊന്നുമില്ല. കേരള ഹൗസിൽ ഒരു പ്രത്യേക മുറിയുണ്ടാകും. കിട്ടുന്ന ശമ്പളത്തിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നും മുരളീധരൻ വിമർശനം ഉന്നയിച്ചു. കനത്ത സുരക്ഷയിൽ ഭാരത് ജോഡോ യാത്ര ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. വൈകിട്ടോടെ കശ്മീർ അതിർത്തിയായ ലഖൻപൂരിയിൽ കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള യാത്ര സ്വീകരിക്കും. ഈ മാസം 23-ന് രാഹുൽ ഗാന്ധി പൊതുറാലി അഭിസംബോധന ചെയ്യും. 30-ന് ശ്രീനഗർ ഷെറി കാശ്മീർ സ്റ്റേഡിയത്തിൽ വച്ചാണ് യാത്രയുടെ സമാപന ചടങ്ങ്. ഇൻഡിഗോ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്നത് BJP യുവ MP തേജസ്വി സൂര്യ എന്ന ആരോപണം സ്ഥിരീകരിച്ച് വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കഴിഞ്ഞ മാസമാണ് വിവാദമായ സംഭവം നടന്നത്. വിമാനത്തിന്റെ എമർജൻസി വാതിൽ തേജസ്വി സൂര്യ അബദ്ധവശാൽ തുറന്നതാണെന്നും അതിന് അദ്ദേഹം ക്ഷമ ചോദിച്ചിരുന്നുവെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. തേജസ്വി സൂര്യയുടെ പേര് ഇതുവരെ DGCO ഇൻഡിഗോ എയർലൈൻസോ പുറത്തുവിട്ടിട്ടില്ല. ഡിസംബർ 10-ന് നടന്ന ഈ സംഭവം പ്രതിപക്ഷം വലിയ വിവാദമാക്കിയിരുന്നു. ജോഷിമഠിലെ ദുരന്തത്തിന് കാരണം NTCPയുടെ ടണൽ നിർമ്മാണമല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ജോഷിമഠിലെ വെള്ളവും ടണലിലെ വെള്ളവും വ്യത്യസ്തമെന്ന് കണ്ടെത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജിയാണ് വിവരം അറിയിച്ചത്. പരിശോധനയ്ക്ക് വിധേയമാക്കിയത് JP കോളനിയിൽ നിന്നും കണ്ടെത്തിയ ജലം. വെള്ളത്തിന്റെ സാമ്പിളിൽ സിമന്റിന്റെയോ എണ്ണയുടെയോ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ട്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ PT-7 കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങി. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടനെത്തും. ദൗത്യ സംഘത്തിലേക്ക് മൂന്നാമതൊരു കുങ്കിയാനയെ കൂടി വയനാട് നിന്നുള്ള സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിവാദത്തിലെ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂർ കാണും. സംസ്ഥാനത്ത് അനാവശ്യ വിവാദമുണ്ടാക്കിയെന്ന് നേതൃത്വത്തെ അറിയിക്കുവാനാണ് തീരുമാനം. ക്ഷണം കിട്ടിയ പരിപാടികളിൽ നിന്ന് പിന്മാറില്ലെന്നും തരൂർ അറിയിച്ചു. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണയെ 10 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം നിക്ഷേപകരുടെ പണം ബിസിനസിൽ നിക്ഷേപിച്ചതായി മാധ്യമങ്ങളോട് റാണ പ്രതികരിച്ചു. മഹാരാഷ്ട്രയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച് 9 പേർ മരിച്ചു. ഗോവ മുംബൈ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഒരു കുട്ടിയും 3 സ്ത്രീയും 5 പുരുഷന്മാരുമാണ് മരിച്ചത്. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് നാദാപുരത്ത് 5-ാം പനി പ്രതിരോധത്തിനായി മതസംഘടനകളുടെ പിന്തുണ തേടി പഞ്ചായത്തും ആരോഗ്യ വകുപ്പും. കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ മാതാപിതാക്കൾ വിസമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. നാദാപുരം പഞ്ചായത്തിലെ 26 കുട്ടികൾക്കാണ് നിലവിൽ 5-ാം പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജമാക്കയുടെ ഒളിമ്പിക് ഇതിഹാസം ഉസൈൻ ബോൾട്ടിന് നിക്ഷേപ തട്ടിപ്പിൽ $12 മില്യൺ നഷ്ടമായെന്ന് റിപ്പോർട്ട്. കിങ്സ്റ്റണിലെ സ്ഥാപനത്തിനുള്ള തന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക അപ്രതീക്ഷിതമാവുകയായിരുന്നു. കമ്പനിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബോൾട്ട്. എന്നാൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കിങ്സ്റ്റണിലെ സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റി ലിമിറ്റഡ് അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.